ADM കെ നവീൻ ബാബുവിന്റെ മരണം CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി. കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ വിവാദങ്ങൾക്ക് ബലം നൽകുന്ന രീതിയിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചെന്നും അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ കുടുംബത്തിനൊപ്പമെന്ന് ജില്ലാ സെക്രട്ടറി പരസ്യമായി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതാണല്ലോ. അപ്പോൾ ഈ പൊതുചർച്ചയിൽ ഉയരുന്ന വിമർശനം അതിനൊപ്പമല്ലേ, അതോ ഈ PP ദിവ്യ ഇരയായെന്നുള്ള കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ച ആ നിലപാടിനൊപ്പമാണോ വിമർശനം? രണ്ട് നിലപാടുകളും ചില ഏരിയ കമ്മിറ്റികളിൽ 3 ഏരിയ കമ്മിറ്റികളുടെ ചർച്ച മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. ചില ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അവരുടെ ചില പ്രസ്താവനകൾ ഈ പാർട്ടി നയത്തിന് വിരുദ്ധമായിരുന്നു. പക്ഷേ ചില നേതാക്കളും ചില പാർട്ടി ഏരിയ കമ്മിറ്റികൾ പറഞ്ഞത് കുടുംബത്തോടൊപ്പം വന്ന പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് കൃത്യമായ നിലപാടായിരുന്നു എന്നാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായി. കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു നിലപാട് പറയുന്നു, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മറ്റൊരു നിലപാട് പറയുന്നു എന്ന തരത്തിലേക്ക് പുറത്തേക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടായി. അതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടാണ് കൃത്യമായ രീതിയിൽ ശരിയെന്നും ഏറ്റവും ഒടുവിൽ നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു വിമർശനം വന്നത് ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ കമ്മിറ്റിയായ കൊടുമണിൽ മത്സരത്തിലൂടെ സ്വന്തം ആളെ ഉദയഭാനു നേതൃത്വത്തിലേക്ക് എത്തിച്ചു എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. അത് മത്സരത്തിലൂടെ എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയെന്നും ആരോപണമുണ്ട്. എന്തായാലും നാളെയും പൊതുചർച്ച തുടരും. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.